തമ്പാനൂരിൽ ഹർത്താൽ അനുകൂലികൾ KSRTC ബസ് തടഞ്ഞു. ഇവർ ബസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വാഹനങ്ങൾ ഓടാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഹർത്താൽ അനുകൂലികൾ. പത്തനംതിട്ട അടൂരിലും ഹർത്താൽ അനുകൂലികൾ ബസ്സുകൾ തടയുന്നുണ്ട്. അതേസമയം മറ്റു ജില്ലകളിൽ ഇതുവരെയും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വാഹനങ്ങൾ തടയില്ലെന്നും പൊതുജനങ്ങൾ സഹകരിക്കണമെന്നുമായിരുന്നു നേരത്തെ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിന്റെ അഭ്യർത്ഥന. എറണാകുളം DCC ഓഫീസിന് മുന്നിൽ VD സതീഷിനെതിരെ ഫ്ലെക്സ് ബോർഡുകൾ. PR വർക്കിന്റെ ബലത്തിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള സീനിയർ നേതാക്കളെ താറടിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള സതീശന്റെ വ്യാമോഹം വിലപ്പോകില്ല എന്നാണ് ഫ്ലെക്സ് ബോർഡിലുള്ളത്. ഇന്റർനാഷണൽ കോൺഗ്രസ് ഫാമിലിയുടെ പേരിലാണ് ബോർഡ്. VD സതീശന്റെ PR പണി അവസാനിപ്പിക്കണമെന്നും കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നു. കളമശ്ശേരി സയൻസ് പാർക്കിന് സമീപവും ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവായ തുകയിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ലെന്ന് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി. വൻതുക നൽകാൻ സന്നദ്ധരായ സ്പോൺസർമാരെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടും നടക്കാത്തതോടെ തലവേദനയിലായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. എങ്ങനെയെങ്കിലും വിവാദത്തിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുമ്പോഴും കൂടുതൽ കുരുങ്ങുന്ന അവസ്ഥയിലാണ് ദേവസ്വം ബോർഡ്. സംഗമത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട 55 ലക്ഷം രൂപ കൂടി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കീഴിലെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ IIICക്ക് ദേവസ്വം ബോർഡ് നൽകി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ഇന്ന് ഉന്നതതല യോഗം ചേരും. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് സമയം കൂട്ടുന്നതടക്കം കടുത്ത തീരുമാനങ്ങൾ ഉണ്ടായേക്കും. ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. ഇന്നലെ ബോർഡിന്റെ കോർ കമ്മിറ്റി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. നിലവിലുള്ള അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് സമയം കൂട്ടുന്നതടക്കം ബോർഡിന്റെ പരിഗണനയിലുണ്ട്. ഷിയാസ് കരീമിനെതിരെയുള്ള ലൈംഗിക ചൂഷണ പരാതിയിൽ കേസെടുത്ത പാലാരിവട്ടം പോലീസ്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും സാമ്പത്തിക വഞ്ചനയ്ക്കും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. പ്രണയം നടിച്ച് 49 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു പ്രവാസി വ്യവസായിയായ യുവതിയുടെ ഷിയാസിനെതിരായ പരാതി. ഷിയാസ് കരീമിനെതിരെ ഇന്ന് രാവിലെയാണ് കഴിഞ്ഞ 7 വർഷമായി കൊച്ചിയിൽ താമസിക്കുന്ന ബിസിനസ്സുകാരിയായ യുവതി പരാതിയുമായി പാലാരിവട്ടം പോലീസിനെ സമീപിച്ചത്.